ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വി കോളർ നെക്കിന്റെ ഡിസൈനിങ് ആണ്. ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് ലേസ് ഒക്കെ വെച്ചാൽ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തന്നെ നമ്മളെ കുർത്തിക്ക് കിട്ടും. ഞാനിവിടെ ടോപ്പിന്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈസ് വരുന്നത് 42 ഇഞ്ചാണ്. ഷോൾഡർ കൊടുത്തിരിക്കുന്നത് 7 ഇഞ്ചും ആം ഹോള് 7 ഇഞ്ചുമാണ്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 42 ഇഞ്ച്. അപ്പോൾ അതിന്റെ 4/1 ഭാഗം കാണണം. അപ്പോൾ 10.5ഉം കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അതുകൂടാതെ വേസ്റ്റ് ലെങ്ത് വരുന്നത് 14.5 ഇഞ്ച്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 38 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ 4/1 ഭാഗം കാണുമ്പോൾ 9.5 കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ശേഷം നമ്മൾ ചെയ്യേണ്ടത് സ്ലിറ്റിന്റെ അതായത് ഹിപ്പിന്റെ ആ ഭാഗത്തെ ലെങ്ത് ആണ്. അത് 20 ഇഞ്ചാണ്. ആ ഭാഗത്തെ റൗണ്ട് വരുന്നത് 44. അപ്പോൾ അതിന്റെ 4/1 ഭാഗം കാണുമ്പോൾ 11 ഇഞ്ച് കൂടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നത്. ഇനി താഴ്ഭാഗത്തെ വിടുത്ത് വരുന്നത് 11ഉം അതിന്റെ കൂടെ 1 ഇഞ്ച് സ്ലിറ്റിനും പിന്നെ 1 ഇഞ്ചും കൂടി നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിന്റെ അകലം നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. സാധാരണ എടുക്കാറുള്ളത് 3 ഇഞ്ചാണ്. ഇപ്പൊ കോളർ നെക്ക് ആയതുകൊണ്ട് 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 3.5യിൽ നിന്ന് നമ്മുടെ ഷോൾഡറിലേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിന്റെ ലെങ്ത് നോക്കാം. ഞാൻ എടുക്കുന്നത് 15 ഇഞ്ചാണ്. 13, 14 ഒക്കെ എടുക്കാവുന്നതാണ്. അതിനുശേഷം 15ൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 3/4 ഇഞ്ചിൽ നിന്നും നേരെ മേലെ 3.5ലേക്ക് നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്യരുത്. ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ 2 പീസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക, ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്ക് പീസ് മാറ്റി വെക്കുക. അതിനുശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്കിന്റെ വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ച് തന്നെയാണ്. ലെങ്ത് വരുന്നത് 3/4 ഇഞ്ച്. 3/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ബാക്ക് പീസിന്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിന്റെ നല്ല ഭാഗം ചേർത്ത് വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഇതുപോലെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയൊരു സ്ലോപ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിന്റെ മെഷർമെന്റ് നോക്കാം. താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങാം. ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് നെക്കിന് ചുറ്റും നമുക്ക് വെച്ചു കൊടുത്ത് മെഷർമെന്റ് എടുക്കാം. 39.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ കൂടെ 3 ഇഞ്ചും കൂടി കൂടുതൽ എടുക്കാം. 43 ഇഞ്ച് എടുക്കാം. എന്നിട്ട് 43 ഇഞ്ചിൽ നമുക്ക് കോളർ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി കോളറിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയും 43 ഇഞ്ചും നീളമുള്ള ഒരു ക്ലോത്താണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതേ നീളത്തിൽ തന്നെ ക്യാൻവാസും എടുക്കണം. 43 ഇഞ്ച് നീളമാണ് ക്യാൻവാസിന് വേണ്ടത്. വീതി എടുക്കേണ്ടത് 3 ഇഞ്ച് വേണ്ട. നമുക്ക് 1 ഇഞ്ചോ 1.25 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ എടുക്കാവുന്നതാണ്.
ഈ ക്ലോത്തിന്റെ മോശം ഭാഗത്തേക്ക് ക്യാൻവാസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ക്യാൻവാസിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഭാഗമാണ് ക്ലോത്തിന്റെ മോശം ഭാഗത്ത് വെച്ച് അയൺ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ലേസ് വെച്ച് കൊടുക്കാം. കോളറിന്റെ മിഡിൽ ഭാഗത്തായിട്ട് ലേസ് വെച്ച് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിന്റെ താഴ്ഭാഗത്ത് 2 എഡ്ജിലും ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി ടോപ്പിന്റെ നല്ല ഭാഗത്താണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ലേസ് വെച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് നല്ല ഭാഗത്തോട് ചേർത്ത് വെക്കേണ്ടത്. ഇനി താഴ്ഭാഗത്ത് കൊടുത്ത മാർക്കിംഗ് തന്നെ നമുക്ക് ക്യാൻവാസിലും കൊടുക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഈ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ ഒരു കോർണറിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഷോൾഡറിന്റെ ഭാഗത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഷോൾഡറിന്റെ ആ ഭാഗം എത്തുമ്പോൾ നമുക്ക് സൂചി കുത്തി നിർത്തിയിട്ട് ഫുട്ട് പൊന്തിച്ച് വെക്കാം. എന്നിട്ട് തുണിയെ ടേൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫുട്ട് താഴ്ത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുളിവുകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് കെട്ടിട്ട് നിർത്താം. ഇപ്പൊ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കോർണറിലും ഒരു കട്ടിട്ട് കൊടുക്കാം. ഇനി കോളറിനെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഭാഗം നമുക്ക്
4 ഇഞ്ചൊന്ന് മടക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ മേലിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നെക്കിന് ചുറ്റും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ചെയ്യേണ്ടത്, നമ്മൾ നെക്ക് ഇപ്പോൾ 15 ഇഞ്ചിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലെങ്ത്ത് എത്രയാണോ അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കണം. ഞാൻ എടുക്കുന്ന ലെങ്ത്ത് 6.5 ഇഞ്ചാണ്. അവിടെ ഞാൻ 2 സൈഡിലും ഓരോ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി 6.5 ഇഞ്ചിൽ നിന്ന് താഴെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാം. എന്നാലാണ് നമ്മൾ നെക്കിൽ ചെയ്യുന്ന ഡിസൈൻ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തെ വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന് 3.5 ഇഞ്ച് പോരാ, അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ വീതി നമുക്ക് എടുക്കേണ്ടതുണ്ട്. 2 സൈഡിലും 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇനി ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. ലെങ്ത്ത് നമ്മൾ 9 ഇഞ്ചല്ല, അതിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം നമുക്കൊരു ഡിസൈൻ ചെയ്യാനുണ്ട്. നമുക്ക് ഇതുപോലെ കുഞ്ഞ് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഓരോരോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേൽഭാഗത്ത് ഇതുപോലെ ഒരു പീസ് ലേസ് വെച്ച് കൊടുക്കാം. മേൽഭാഗത്തുള്ള വീതി താഴ്ഭാഗത്ത് വേണമെന്നില്ല. എൻ്റെ കയ്യിൽ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സെയിം മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് നെക്കിൽ വെച്ച് കൊടുക്കാൻ. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 6.5 ഇഞ്ച് ഉണ്ടല്ലോ, അവിടെ നിന്നും താഴേക്ക് ഈ നെക്ക് പീസ് വെച്ച് കൊടുക്കുക. ശേഷം 2 സൈഡിലൂടെ നമുക്ക് ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ നെക്ക് കൂടുതലായിട്ട് എടുത്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.